ഹലോ ഗായ്സ്, ഞാൻ വീണ്ടും വന്നു നിങ്ങളെ ശല്യപ്പെടുത്താനായിട്ട്. അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നത് നമ്മുടെ മൈൻക്രാഫ്റ്റ് ലെറ്റ് പ്ലേ സീരീസിൻ്റെ എപ്പിസോഡ് നമ്പർ 7 ആയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ എപ്പിസോഡ് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടാൽ മതി. ഞാൻ ഇവിടെ മുകളിൽ എവിടെയെങ്കിലും ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ എന്തിനാണ് ചെയ്യാൻ പോണത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ഒരു ട്രേഡിംഗ് ഹാളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഇവിടെ ഉള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതാണ് നമ്മൾ ടീം ചെയ്ത നമ്മുടെ കുതിര. ഇതിന് ഞാൻ ഇപ്പോഴും പേരൊന്നും കൊടുത്തിട്ടില്ല. പേര് കൊടുക്കാൻ എൻ്റെ അടുത്ത് നെയിം ടാഗില്ല. ആൾസോ നിങ്ങളുടെ സജഷൻസൊക്കെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാം കൂടെ നോക്കിയിട്ട് ഞാൻ ഒരു നല്ല പേരായിരിക്കും എടുക്കുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മുടെ കുതിരയുടെ അപരനായിട്ട് വേറെ ഒരു കുതിര ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. ഈ കുതിരയെ ഞാൻ ടീം ചെയ്യുന്നില്ല, ഓൾറെഡി നമുക്കൊരു കുതിരയുണ്ട്. അപ്പോൾ ഇതിനെ പറ്റിയ പേര് കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ കുറച്ച് പേര് കമൻറ്റ് ചെയ്തായിരുന്നു. ഇനിയും പേര് പോരട്ടെ, കുറച്ചും കൂടെ പേര് നല്ലത് വന്നിട്ട് നമുക്ക് അതിന് ഓരോന്നായിട്ട് സെലക്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ അയൺ ഫാം കഴിഞ്ഞ എപ്പിസോഡിൽ ഉണ്ടാക്കിയത്. ഇതിലിപ്പോഴും നല്ല ദിവസം തന്നെ അയണൊക്കെ വരുന്നുണ്ട്. ഇവിടെ എനിക്കിപ്പോൾ ഞാൻ ഇൻട്രോ പറയാൻ വേണ്ടിയിട്ട് കുറേ തവണ വീഡിയോ എടുക്കും, കട്ട് ചെയ്യും. അങ്ങനെ നിന്നപ്പോൾ തന്നെ ഇവിടെ ഒരു 6 അയൺ ഗോളമെങ്കിലും സ്പോണായി ചത്തിട്ടുണ്ടാവും. ആൾസോ അതിൻ്റെ മുന്നത്തെ എപ്പിസോഡിലാണെന്ന് തോന്നുന്നു നമ്മളിത് ഇവിടെ ഒരു ഫുഡ് ഫാം ഉണ്ടാക്കിയിട്ടുണ്ട്. ക്യാരറ്റ് തന്നെയാണ് നമ്മുടെ മെയിൻ ഫുഡായിട്ട് വെച്ചേക്കുന്നത്. അതിലും ഈ ഒരു ഡബിൾ ചെസ്റ്റിൽ അത്യാവശ്യം കുറേ ക്യാരറ്റും വന്നിരിപ്പുണ്ട്. ഈ എപ്പിസോഡിൽ നമ്മൾ 2 ഷീപ്പിനെ നമ്മുടെ ഫെൻസിൻ്റെ അകത്തിട്ടൊന്ന് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവരെ ബ്ലോക്ക് ചെയ്യാൻ കാരണം നമുക്ക് അവരുടെ അടുത്തുനിന്ന് വൂള് ഷിയർ വെച്ച് കട്ട് ചെയ്തെടുക്കാനായിരുന്നു. നമുക്ക് വൂളുണ്ടെങ്കിലേ ബെഡ് ഉണ്ടാക്കാൻ പറ്റൂ. ബെഡ് ഉണ്ടാക്കേണ്ട കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കൊരു ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് വില്ലേജൊക്കെ കൊണ്ടിട്ടിട്ട് അവർ നമ്മൾ പർട്ടിക്കുലർ വച്ചു കൊടുക്കുന്ന ആ ട്രേഡ് എടുക്കണമെങ്കിൽ നമുക്കൊരു ബെഡ് അവർക്ക് അവരുമായിട്ട് ലിങ്ക് ആവണമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാനിവിടെ ക്രിയേറ്റീവിൽ ഒരു വേൾഡിൽ ഉണ്ടാക്കിയപ്പോൾ ബെഡ് വെച്ചപ്പോഴാണ് അവർ അതുമായിട്ട് ലിങ്ക് ആയത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഒരുപാട് വീറ്റ് ഷീപ്പിന് കൊടുത്ത് അവരെ ബ്രീഡ് ചെയ്ത് കുറേ പേരാക്കണം. ആൾസോ അവർക്ക് ഷെയർ ചെയ്ത് വൂളും കൂടെ എടുക്കണം. അപ്പോൾ ഞാൻ ആ ഷീപ്പുകൾക്ക് കുറച്ച് വീറ്റ് ഒന്ന് തിന്നാൻ കൊടുത്ത് ഞാനങ്ങനെ ഇവർക്ക് 2 പേർക്ക് വീറ്റ് കൊടുത്തപ്പോൾ തന്നെ ഇവർ 2 പേര് ബ്രീഡായിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഇനി ഒരുപാട് വീറ്റ് കൊടുത്തവരെ ബ്രീഡ് ചെയ്ത് ഒരുപാട് ഷീപ്പിനെ ഉണ്ടാക്കണം. എന്നിട്ട് അവരുടെ വോൾ എടുത്തിട്ട് വേണം ബെഡ് ഉണ്ടാക്കാൻ. അപ്പോൾ അതൊക്കെ ഓഫ് ക്യാമറ പരിപാടിയാണ്. അപ്പോൾ അത് ഞാൻ ഓഫ് ക്യാമറയിൽ ചെയ്തേക്കാം. ഇപ്പോൾ ഞാൻ പോയി റിസോഴ്സ് കളക്ട് ചെയ്തിട്ട് നമ്മുടെ ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കാനായിട്ട് എൻ്റെ അടുത്ത് ആകെ കുറച്ച് വുഡേ ഉള്ളൂ. അപ്പോൾ ഞാൻ പോയി കുറച്ചധികം റിസോഴ്സ് കളക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെ ഒരുപാട് നേരത്തെ ഗ്രൈൻഡിന് ശേഷം നമ്മുടെ ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കാനുള്ള റിസോഴ്സ് ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. മെയിൻലി വുഡ് വെച്ചിട്ട് തന്നെയായിരിക്കും നമ്മുടെ ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കുന്നത്. പിന്നെ ഫ്ലോറിങ് മാത്രമായിരിക്കും ബ്രിക്ക് വെച്ചുണ്ടാക്കുന്നത്, സ്റ്റോൺ ബ്രിക്സ് വെച്ചിട്ട്. ഇത്രയൊന്നും അല്ല, ഇനി ഒരുപാട് ബ്രിക്കും വുഡും ഒക്കെ നമുക്ക് വേണം. തൽക്കാലം ഞാനിപ്പോൾ വേണ്ട ഐറ്റംസിൻ്റെ സാമ്പിൾ എടുത്തതേ ഉള്ളൂ. ഇനി നമുക്ക് ഒരു സ്പേസ് ഉണ്ടാക്കണം, ഒരു ഫ്ലാറ്റ് ഏരിയ നമ്മുടെ ഫാം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു കാണുന്ന മല ഇടിച്ചിട്ട് നമുക്ക് അവിടെ ഉണ്ടാക്കാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഞാൻ ആ മലയൊന്ന് ഇടിച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യും. ഞാനങ്ങനെ മല ഇടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കുതിരേനെ കണ്ടു. എനിക്കിതിനെ ഇഷ്ടപ്പെട്ടു. അപ്പം തന്നെ ഞാൻ അതിനെ ടീം ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ വീണ്ടും ഓർക്കുന്നു, ഒരു കുതിര ആൾറെഡി ഉണ്ട്, ഇനി വേറൊരു കുതിര വേണ്ടാന്നുള്ളത്. പക്ഷേ എനിക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റിനോട് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അതിനെയും കൂടെ നമ്മൾ ടീം ചെയ്യുവാണ്. ഇതിനെയും കൂടെ ഞാൻ ബേസിൽ പോയിട്ട് നമ്മുടെ ലീഡ് എന്നൊരു സ്വർണ്ണം കൂടെ ഉണ്ട്. ഈ ട്രേഡറിൻ്റെ 2 ലാമേനെ കൊന്നപ്പോൾ എനിക്ക് കിട്ടിയതാണ്. അപ്പം അത് വെച്ച് ഞാനിവനെ ഒന്ന് ഈ നമ്മുടെ ആൾറെഡി ഉള്ള കുതിരയുടെ കൂടെ ഒന്ന് കെട്ടിയിട്ടിട്ട് അപ്ഡേറ്റ് ചെയ്യാം. Take me home, take me on a ride. I got a good feeling about the colors lighting up your eyes. Take me home, take me to the sky. I got a good feeling. Tell me the only thing you are is mine now. Na 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 na. I got a good feeling. Na 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 na. I got a good feeling. Good feeling. You wanna know is how to hold on to it every moment. മല
മലപോലെ ഇരുന്ന ഭാഗത്തെ ബ്ലോക്ക്സ് എല്ലാം ക്ലിയർ ചെയ്തിട്ട് ഈ ഡബിൾ ചെസ്റ്റിൽ വെച്ചിട്ടുണ്ട്. എനിക്ക് കുറച്ചധികം കോളും കിട്ടി, ആൾസോ ഒരുപാട് ഡേർട്ടും കിട്ടി. അപ്പോൾ ഇനി ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു പ്ലേസ് ആൾമോസ്റ്റ് ലെവലിലല്ല ഇരിക്കുന്നത്. ഐ മീൻ ഒരു സ്ക്വയറോ റെക്റ്റാങ്കിളോ പോലെയല്ല. അപ്പോൾ എനിക്ക് അതുപോലെ കിട്ടണമെന്നൊരാഗ്രഹമുണ്ട്. അപ്പം ഞാൻ ഇതൊക്കെ ഡേർട്ട് വെച്ചൊന്ന് അലൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. Take me home, take me on a ride. I got a good feeling about the colors lighting up your eyes. Take me home, take me to the sky. I got a good feeling. Tell me the only thing you are is mine now. Na 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 na. I got a good feeling. Na 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 na. I got a good feeling. Good feeling. You wanna know is how to hold on to it every moment. Dive into it like my love is an ocean. It's overflowing. I swear it's golden. So good that I'm rolling. Baby, you make me crazy. I'm seeing roses. Baby, just maybe you save me. Oh, take me home, take me on a ride. I got a good feeling about the colors lighting up your eyes. Take me home, take me to the sky. I got a good feeling. Tell me the only thing you are is mine. Take me home, take me on a ride. I got a good feeling about the colors lighting up your eyes. Take me home, take me to the sky. I got a good feeling. Tell me the only thing you are is mine now. Na 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 na. I got a good feeling. Na 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 na. I got a good feeling. Good feeling. Na 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 na. I got a good feeling. Na 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 na. I got a good feeling. Good feeling. You wanna do is move with me, move with me. I'm seeing blue, yeah. In a disco-colored room, hearts are blooming. It's so consuming. Love what you're doing, so good that I'm doomed, yeah. Baby, you make me crazy. I'm seeing roses. Baby, just maybe you save me. Oh, take me home, take me on a ride. I got a good feeling about the colors lighting up your eyes. Take me home, ഏരിയ അങ്ങോട്ടങ്ങ് ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ അങ്ങ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അവരെ കാണിക്കുന്ന ബോറായിരിക്കും. അപ്പോൾ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെ ഒരു ദിവസം എടുത്തിട്ട് ഞാൻ ഈ ട്രേഡിംഗ് ഹാൾ അങ്ങ് ഉണ്ടാക്കി തീർത്തിട്ടുണ്ട്. മാത്രമല്ല അകത്ത് കുറച്ച് വില്ലേജേഴ്സിനെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. അത് ആക്ച്വലി റെക്കോർഡ് ചെയ്തു എന്നായിരുന്നു ഞാൻ വിശ്വസിച്ചു, പക്ഷേ റെക്കോർഡായില്ല. രണ്ടാമതൊരിക്കൽ റെക്കോർഡ് ചെയ്യുന്നതെന്നാൽ ഞാൻ വില്ലേജേഴ്സിനെയൊക്കെ തല്ലിക്കൊല്ലേണ്ടി വരും. ഇതുണ്ടാക്കാൻ തന്നെ ഞാൻ ഒരു ദിവസം എടുത്തു. അപ്പോൾ അകത്ത് അധികം വില്ലേജേഴ്സിനെ ഞാൻ കൊണ്ടുവന്നിട്ടില്ല. നമ്മൾ ബേസിക് ടൂൾസിനും ആർമറിനും വേണ്ടിയിട്ടുള്ള വില്ലേജേഴ്സിനെ മാത്രമേ കൊണ്ടുവന്നുള്ളൂ. വില്ലേജേഴ്സിനൊക്കെ വില്ലേജിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ ഇവിടുത്തെ തൊട്ടടുത്ത് തന്നെ വില്ലേജ് ഉണ്ട്. അതുകൊണ്ട് വില്ലേജേഴ്സിനെ അവിടെ തന്നെയാണ് എടുത്തത്. പിന്നെ ഞാൻ ഇവർക്കുമായിട്ട് ട്രേഡ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള എല്ലാ ടൂൾസും ആർമറും ഒക്കെ ഇവരുടെ അടുത്ത് നിന്ന് എടുത്തിട്ടുണ്ട്. ഈ വില്ലേജറിന് നമുക്ക് ഷവല് തരുന്നുണ്ട്, ആൾസോ പിക്കാക്സും തരുന്നുണ്ട്. പക്ഷേ ഈ പിക്കാക്സ് 27 എമറാൾഡിനാണ് തരുന്നത്. ബട്ട് ഈ വില്ലേജർ നമുക്ക് ആക്സ് തരുന്നുണ്ട്, ആൾസോ 23 എമറാൾഡിനാണ് പിക്കാക്സ് തരുന്നത്. ഈ ഒരു വില്ലേജർ നമുക്ക് ഷവല് വീണ്ടും തരുന്നുണ്ട്, 24 എമറാൾഡിനാണ്. വീണ്ടും ഈ ഒരു വില്ലേജറും തരുന്നത് ഷവല് തന്നെയാണ്. അതെന്തോ മാറിക്കിടക്കുന്നതാണെന്ന് തോന്നുന്നു എനിക്ക്. ഞാൻ ട്രേഡ് ചെയ്ത സമയത്ത് ഇതല്ലായിരുന്നു എനിക്ക് തന്നുകൊണ്ട്, ആക്സ് എങ്ങാണ്ടായിരുന്നു. അത് ഞാൻ വീണ്ടും ശരിയാക്കിക്കോളാം. അത് ഈ വില്ലേജർ നമുക്ക് ബൂട്ട്സ് വിൽക്കുന്നുണ്ട്, ആൾസോ ഈ വില്ലേജർ നമുക്ക് ലെഗിൻസും ആൻഡ് ബാക്കിയുള്ള 2 വില്ലേജേഴ്സിൻ്റെ അടുത്തുനിന്നും ഒരു ചെസ്റ്റ് പ്ലേറ്റും ഹെൽമെറ്റും വിൽക്കുന്നുണ്ട്. ഈ ഒരു വില്ലേജർ വീണ്ടും ചെസ്റ്റ് പ്ലേറ്റ് വിൽക്കുന്നുണ്ട്. ആൾസോ അടുത്ത ഒരു വില്ലേജർ കൂടെ ഉണ്ട്, പുള്ളി ഹെൽമെറ്റാണ് വിൽക്കുന്നത്. പിന്നെ ഞാൻ വച്ചേക്കുന്ന ഒരു വില്ലേജർ എന്ന് പറയുന്നത് സ്വാഡാണ് വിൽക്കുന്നത്. സ്വാഡ് അല്ലാതെ നമുക്ക് ഒപ്പിക്കാൻ വേറെ വഴിയില്ല. അപ്പോൾ ഈ ഒരു വില്ലേജറിന് വെച്ച് സ്വാഡാണ് വാങ്ങിക്കുന്നത്. ചീപ്പായിട്ട് തന്നെയാണ്
തരുന്നത് 13 എമറാൾഡ് കൊടുത്താൽ മതി. പക്ഷേ ഇവരുമായിട്ട് ട്രേഡ് ചെയ്തപ്പം തന്നെ എനിക്ക് ഒരു സാക്ക് അടുപ്പിച്ച് ഒരു ചെസ്റ്റ് പകുതിയോളം എനിക്ക് എമറാൾഡ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ വെച്ചാണ് ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നത്. ഇനിയും നമ്മൾ ആ വില്ലേജർ മണ്ടന്മാരുടെ പിറകെ പോയി കഴിഞ്ഞാൽ എനിക്ക് സമയത്തിന് വീഡിയോ ഇടാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഞാൻ ഇവിടെ വെച്ചാണ് വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളിനി പോയിട്ട് അടുത്ത എപ്പിസോഡിന് വാ. ടാറ്റ ബൈ ബൈ.